ആ ഹദീസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് നെഞ്ചിന്റെ ചുവടെയാണെന്നാ ആ ഹദീസിൽ കാണുന്നുണ്ടല്ലോ. അങ്ങനെയല്ല ഉസ്താദെ, അതിന്റെ വായന അവർക്ക് അങ്ങനെയല്ല ഉസ്താദെ, നെഞ്ചിന്റെ മുകളിൽ എന്നാണല്ലോ ഉള്ളത്. അതെന്തിനാ മാറ്റി പറയുന്നേ? മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് അവരെങ്ങനെ പറയുന്നത്. അതെ, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അലൽ സദർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അലൽ സദർ എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ താഴെ അല്ലേ ഉസ്താദെ? എവിടുന്നാ ഉസ്താദെ നിങ്ങൾ അറബി പഠിച്ച്? അല എന്ന് പറഞ്ഞാല് തഹത്ത സ്വദിരിഹി എന്നാണ്. അല എന്ന് പറഞ്ഞാൽ തഹത്ത സദരി, നെഞ്ചിന്റെ താഴെ. നൂറുൽ അബ്സാർ 10 കിതാബിലുള്ളത് അലൽ സദർന്ന. എന്നിട്ട് ഈ ഖുറാഫി മൗലമാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് വെട്ടി. അവിടെ ശരിക്ക് കാണാം, അതൊരു കാലത്ത് മയക്കാൻ കഴിയില്ല. അലൽ സദർ എന്ന് വെട്ടിയിട്ട് തഹത്ത സദർന്ന് ആക്കി വെച്ചു ആ കിതാബിൽ. ഈ ജാതി കള്ളന്മാറാ മൗലമാർ. ആർക്കും വായിച്ചു നോക്കാം, ആ 10 കിതാബ് ആർക്കും വായിച്ചു നോക്കാം. അലൽ സദർ എന്നുള്ളത് നെഞ്ചിന്റെ മുകളിൽ എന്നത് തഹത്ത സദർ, നെഞ്ചിന്റെ താഴെ എന്ന് വെട്ടിയിട്ടാ എഴുതി വെച്ച്. അതിലുള്ളത് കിതാബിലുള്ളത് വെട്ടിയിട്ട് അലൽ സദർ വെട്ടിയിട്ട് തഹത്ത സദർ എന്ന് എഴുതി വെച്ച കൂട്ടരായി മൗലമാർ. പിന്നെ അതാണ് എല്ലാ ഇമാമികളും പറഞ്ഞത്, അത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പറഞ്ഞ ഇമാമിങ്ങൾക്ക് ഒരു വിവരവും ഇല്ല. അലൽ സദർ നെഞ്ചിന്റെ മേൽ ഉള്ളത്, അത് അതിൻ്റെ അർത്ഥം നെഞ്ചിന്റെ താഴെയാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ടല്ലോ. അത്ര ഇമാമിങ്ങളുടെ പിന്നാലെ പോയ കൊണ്ട് മൂല്യം പറയും നിങ്ങൾ ഇങ്ങനെ പിഴച്ചു പോയത്. വഹാബികൾക്ക് നൂറുകണക്കിന് ഇമാമിങ്ങളാണ് പറഞ്ഞത്, ആയിരക്കണക്കിന് ഇമാമിങ്ങൾ പറഞ്ഞ് എന്ന് സങ്കല്പിച്ചോ. എന്നാൽ മുസ്ലിങ്ങളെ സ്വീകരിക്കും മൂല്യമാർ. കിതാബില് തിരിമറി നടത്തി വെട്ടി മാറ്റിയിട്ട് പുതിയത് ചേർത്ത മൗലമാരെ ആയിരക്കണക്കിന് ഇമാമിങ്ങൾ പറഞ്ഞെന്ന് വെച്ചോ, മുസ്ലിങ്ങൾ സ്വീകരിക്കില്ല. അത് ഇങ്ങളെപ്പോലത്തെ ഖുറാഫി മൗലമാറ സ്വീകരിക്കൂ ഉസ്താദെ.